എൻ്റെ ഉമ്മച്ചി 50 ദിവസം ആശുപത്രി കിടക്കുകയാണ്. ഞങ്ങൾക്ക് ആരുമില്ല, ഞങ്ങൾക്ക് പൈസയില്ല. നിങ്ങളെല്ലാവരും ദുആ ഇറക്കണം, ആരും കൈവിടരുത്. എൻ്റെ ഉമ്മച്ചി വേണ്ടെല്ലാവരും ദുആ ചെയ്യണം, ആരും കൈവിട്ട് പോകരുത്. എൻ്റെ ഉമ്മച്ചി ആശുപത്രിയിൽ ഐസിയിലാണ് കിടക്കുന്നത്. എല്ലാവരും അതിന് വേണ്ടി ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും. എൻ്റെ മോള് സുഖമില്ലാണ്ട് 2 മാസത്തോളായി ആശ്രമം സ്റ്റിച്ചിൽ കിടക്കുന്നത്. എൻ്റെ മോൾക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. എൻ്റെ മോളെ സഹായിക്കണം, എൻ്റെ മോളെ കൈവിടരുത്. ഞാനിന്ന് വാപ്പയില്ലാണ്ട് 4 മക്കളെ വളർത്തി ഇവിടെ വരെ എത്തിച്ചതാണ്. എനിക്ക് ചാകാവുന്നതിൽ കൂട്ടി ഞാൻ താഴ്ച കൂട്ടുകണക്കാണ്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ മോളുടെ കാര്യം ഓർത്തിട്ട്. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ഞങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാം. അസ്സലാമലൈക്കും. ഷഹീദ് കെ മൊയ്തീനാണ്. കൂടെ PMS സലാംബായി ഉണ്ട്. ഞങ്ങൾ വളരെ അത്യാവശ്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഒരു ചികിത്സക്ക് സഹായം അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഉള്ളത് ആസ്റ്റർ മെഡിസിറ്റിയുടെ മുമ്പിലാണ്. ഇവിടെ 2 മാസമായിട്ട് ചികിത്സയിൽ കഴിയുന്ന പെരുമ്പാവൂര് ചേലക്കുളം സ്വദേശി റസിയ റഫീഖ് എന്ന് പറയുന്ന ഇപ്പോൾ വീഡിയോയിൽ കണ്ട സഹോദരിക്ക് വേണ്ടിയിട്ട് ചികിത്സക്ക് സഹായം അഭ്യർത്ഥിക്കുകയാണ്. 1 മാസത്തോളമായിട്ട് വെന്റിലേറ്ററിലായിരുന്നു. മസ്തിഷ്ക ജ്വരം ബാധിച്ചിട്ട് അടുപ്പിച്ചടുപ്പിച്ച് ഫിക്സ് വന്നിട്ട് വളരെ ഗുരുതരാവസ്ഥയിൽ ഇവിടെ ICUവിലാണ്. 3 മക്കളാണ്. വാടക വീട്ടിലാണ് കുടുംബം കഴിയുന്നത്. ഈ നേരത്ത് മൊബൈലിൽ ടോർച്ചുകളുടെ വെളിച്ചത്തിലാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അത്രയും സീരിയസ് കണ്ടീഷൻ അതിൻ്റെ പേരിൽ മാത്രമാണ്. കഴിവിൻ്റെ പരമാവധി എല്ലാവരും സഹായിക്കണം. അസ്സലാമലൈക്കും. വേറെ ഒരുപാട് പറഞ്ഞ് സമയം കളയുന്നില്ല. മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്ന അസുഖമാണ് ആ സഹോദരിക്ക്. ഇനിയും മുൻപോട്ടുള്ള ചികിത്സയ്ക്ക് 10-35 ലക്ഷം 40 ലക്ഷം മേലെ വരും. 1 രൂപ നിർവാഹമില്ലാത്തൊരവസ്ഥയിൽ ലാസ്റ്റ് ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞ പോലെ വളരെ എമർജൻസി ആയിട്ടാണ് ചെയ്യുന്നത് ഈ വീഡിയോ. ഒരു മകനുള്ളത് ദറസിലെ വിദ്യാർത്ഥിയാണ്. എപ്പോഴും ആ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മകനാണത്. നിങ്ങൾ അതുങ്ങളെ കൈവിടരുത് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.